Hi, good morning. Welcome to IAS Factor, the Hindu newspaper analysis for civil services 2025 യു പി എസ് സിക്ക് വേണ്ടിയാണ് ഇതിപ്പോൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഞാൻ യൂസ് ചെയ്യുന്നത് ഡൽഹി എഡിഷനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇന്നലെ കുറച്ച് പേര് മെസ്സേജ് അയച്ചിരുന്നു. അതായത് ചില ന്യൂസുകൾ അതാണ് നമ്മൾ ഹിന്ദുവിൻ്റെ എഡിഷൻസ് മാറുന്നതനുസരിച്ചിട്ട് ലോക്കലായിട്ടും അല്ലാതെ ന്യൂസിൻ്റെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സോ എന്നാലും മേജർ ആയിട്ടുള്ള കോൺസെപ്റ്റുകളെല്ലാം സെയിം തന്നെയാണ്. ചെറിയ ന്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും, ചിലപ്പോൾ അത് കാണില്ല. പക്ഷെ ഇന്ന് വന്നില്ലെങ്കിലും അത് നാളെ ഏതെങ്കിലും രൂപത്തിൽ അത് തിരിച്ച് നാഷണൽ ന്യൂസിൽ തന്നെ അത് വരും. സോ അതിൽ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഫസ്റ്റ് ഡെഫിനറ്റ്ലി ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഇനി അടുത്ത കുറച്ച് ദിവസങ്ങൾ ഇത് തന്നെയായിരിക്കും. ഡെഫിനറ്റ്ലി ഇസ്രായേൽ ഇറാനിൻ്റെ അറ്റാക്കാണ്. കാരണം രണ്ടുപേരും നിങ്ങൾക്കറിയാം, ബോത്ത് ഓഫ് ദം ആർ ഹൈലി സൂപ്പർ പവേഴ്സ്. ആൻഡ് ഇസ്രായേലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇറാൻ്റെ അടുത്താണെങ്കിലും അവർക്കാർക്കും വെപ്പൻസിൻ്റെ കാര്യത്തിലോ ഇതിലൊന്നും ഒരു പ്രോബ്ലവും ഇല്ല. ആൻഡ് ഈവൻ ഇസ്രായേൽ ഈസ് ഈവൻ സപ്പോർട്ടഡ് ബൈ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. കാരണം ഇറാൻ്റെ അടുത്ത് നിന്ന് വരുന്ന മിസൈൽസ് എല്ലാം ഇൻ്റർസെപ്റ്റ് ചെയ്യാനും സഹായിക്കുന്ന ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഏജൻസി യു എസും കൂടാണ്. സോ യു എസ് ഇസ് പ്ലേയിങ് എ വെരി പിവറ്റൽ പൊസിഷൻ ഇൻ ദിസ്. അപ്പോൾ അതിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇറാൻ്റെ അറ്റാക്ക് വരുന്നുണ്ട്. നിങ്ങളത് നോക്കണം. ഇന്ത്യ ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം വേറെ വാറിലൊന്നുമല്ല, ഇന്ത്യ ഈസ് ബിക്കമിങ് വെരി കോഷ്യസ് ബിക്കോസ് ദേ ആർ ആക്ടിങ് ആസ് വെരി കോഷ്യസ്. കാരണം നമുക്കറിയാം ഇസ്രായേലിലാണെങ്കിലും ഇറാനാണെങ്കിലും നമുക്ക് രണ്ടുപേരെടുത്തും മോശമില്ലാത്ത റിലേഷനുള്ള രാജ്യങ്ങളാണ്. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ബോത്ത് ദ കൺട്രീസ് വെൻ യു കമ്പയർ ഇറ്റ് വിത്ത് ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു ആർ ലിവിങ് ഇൻ ദിസ് ഏരിയ, ഇന്ത്യൻസ് ഒരുപാട് ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒഫീഷ്യലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റേതായിട്ടുള്ളൊരു കൺസേൺ നാഷണൽ ന്യൂസിലൊക്കെ ഇതിനെക്കുറിച്ച് വരുന്നുണ്ട്. കണ്ടിന്യൂസ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട് പറയുന്ന ഒരു സംഭവം. ഇന്ത്യയുടെ ഇടപെടലും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് പിന്നെ അടുത്ത ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതും ഒരു പുതിയ ന്യൂസ് ഒന്നും അല്ല, ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ വരുന്നതാണ്. നമ്മൾ പല കോണ്ടെക്സ്റ്റിൽ ഇത് വായിക്കാറുണ്ട്. അതായത് മണിപ്പൂരിൻ്റെ ഇഷ്യൂവിൽ 3 ക്ലാഷസിൽ കുറേ ആൾക്കാർ മരിച്ചു. സോ ദിസ് ഇസ് ഓൾസോ നോട്ട് എ ന്യൂ തിങ് ബിക്കോസ് ഇറ്റ്സ് കണ്ടിന്യൂസ്ലി റിക്കറിങ് ഫോർ ദ ലാസ്റ്റ് സോ മെനി മന്ത്സ്. അപ്പോൾ അതിൽ നമ്മൾ നോക്കേണ്ടത് ഈ ഇഷ്യൂ ഒക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അറിയാം, ഇങ്ങനെ എപ്പോഴും വാർത്ത ഉണ്ടാവും, ദ വാലി ഇസ് ഷട്ട് ഷോപ്പ് അല്ലെങ്കിൽ വാലി ഈസ് ഷട്ട് ഡൗൺ, ദ വാലി കംസ് ടു എ ഗ്രൈൻഡിങ് ഹോൾട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇതുവരെ മണിപ്പൂരിൽ ഓൾറെഡി എന്താണ് ആ ഇഷ്യൂ എന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ദിസ് ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് യു പി എസ് സിക്ക് പഠിക്കേണ്ടത്. ഇങ്ങനെ ഒരു വാർത്ത കാണുമ്പോൾ മണിപ്പൂരിൽ ഇഷ്യൂ നടക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആലോചിച്ചാൽ മതി. ഒരാൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് ശരിക്കും മണിപ്പൂരിൽ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഒരു മിനിറ്റിൽ ഈ ചോദിച്ച വ്യക്തിക്ക് മണിപ്പൂരിൽ എന്താണ് നടക്കുന്ന പ്രശ്നം, ദ റൂട്ട് കോസ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മളൊരു സിവിൽ സർവീസ് ആസ്പിറന്റ് എന്ന രീതിയിൽ കറണ്ട് അഫയേഴ്സിൻ്റെ ലെവലിൽ നമ്മളൊരു ചെറിയൊരു ചെറിയൊരു പരാജയം തന്നെയാണ്. കാരണം നമുക്ക് എല്ലാം അങ്ങനെ പറയണമെന്നല്ല, അടുത്തൊരു വർഷത്തിനുള്ളിലെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് നിൽക്കുന്ന കാര്യങ്ങൾ ഒരു മിനിറ്റെങ്കിലും ഒരാൾ ഇതേപോലെ ചോദിക്കുകയാണെങ്കിൽ അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ആ ലെവലിലെങ്കിലും നിങ്ങൾ ആ ഇഷ്യൂ അറിഞ്ഞിരിക്കണം. ഇതിൽ പ്രത്യേകിച്ച് അവിടെ വാലിയിൽ ഇഷ്യൂ ഉണ്ടായെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ദി അൾട്ടിമേറ്റ് ലാർജർ ക്വസ്റ്റ്യൻ ദാറ്റ് ദേ ആർ ലുക്കിംഗ് ഇസ് മണിപ്പൂർ ഇഷ്യൂ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കണം. പിന്നെ സൈഡിലുള്ള വാർത്തകൾ ഹാത്രസ് സ്റ്റാമ്പീഡിൻ്റെ സ്റ്റാർ ഷീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിതിലേക്ക് വരാം. പിന്നെ അത് പ്രധാനപ്പെട്ട ഒരു ഡെഫിനറ്റ്ലി ഇതിൽ വാർത്തയുണ്ട്. ഒക്കേഷൻ ഓഫ് മഹാലയ അമാവാസ്യ രാമേശ്വരത്തിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. സോ അതും അഗെയിൻ ആർട്ട് ആൻഡ് കൾച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ചാർധാം എന്നൊക്കെ പറയുന്നത്, നമ്മൾ ചാർധാമിൽ ചിലവർ നമ്മൾ രാമേശ്വരം പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കി വെക്കേണ്ടതാണ്. പലപ്പോഴും നിങ്ങളിത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഇതിലല്ല, നമ്മൾ ശരിക്കും പറയാറുണ്ട്, ഒരു ഹിന്ദുയിസത്തിൽ പറയുന്ന ഒരു ഹിന്ദു മരിക്കുന്നതിനുള്ളിൽ കാണേണ്ട 4 സ്ഥലങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ ഇഫ് യു ക്യാൻ ഫൈൻഡ് ഔട്ട്, അതിൽ ചില ആൾക്കാർ ഇതും പറയാറുണ്ട്. അത് വേറെ ഒരു കോൺസെപ്റ്റാണത്. പക്ഷെ എന്നാലും ഇതല്ലെങ്കിൽ രാമേശ്വരം ഇല്ലെങ്കിലും ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നിയതാണ് ആർട്ട് ആൻഡ് കൾച്ചറിൽ. എന്താണ് ഈ ചാർധാം യാത്ര അല്ലെങ്കിൽ ചാർധാം എന്ന് പറയുന്നത് എന്താണെന്നും കൂടെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റിയാൽ നല്ലതാണ്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഇറ്റ്സ് റിഗാർഡിങ് ദ പാക്കേജ്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഒരു സ്കീമാണ്. അതായത് നരേന്ദ്രമോദി ലോഞ്ച് ചെയ്തിരിക്കുന്നത് ധർത്തി ആബ ജൻജാതീയ ഗ്രാം ഉത്കർഷ് അഭിയാൻ, a package for basic scheme saturation in tribal villages area in Jharkhand ഹസാരിബാഗ്. സോ ഇതിൽ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ടത് ജാർഖണ്ഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എസ്പെഷ്യലി ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണ്. ട്രൈബൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് നോക്കാവുന്ന ഒരു കാര്യമാണ്. പ്രൈം മിനിസ്റ്റർ സോ എന്താണ് ഈ ധർത്തി ആബ? നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ അല്ലെങ്കിൽ ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിക്കും. ധർത്തി ആബ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ജാർഖണ്ഡിൽ വളരെ ഫേമസ് ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹിസ് നെയിം ഇസ് ബിസ്ര മുണ്ട. ആൻറ്റി കൊളോണിയൽ ട്രൈബൽ ലീഡർ ആയിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെയും അല്ലെങ്കിൽ കൊളോണിയൽ ആൾക്കാർക്കെതിരെ ഫൈറ്റ് ചെയ്തിരുന്ന ആൻറ്റി കൊളോണിയൽ ട്രൈബൽ ഹീറോ ആണ്.
ഭയങ്കര സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ് 19th സെഞ്ചുറിയിൽ കൊടുത്തത് ജാർഖണ്ഡ്. സോ അവിടെ ജാർഖണ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ ഹിസ്റ്റോറിക്കലി നമുക്ക് ഓർമ്മ വരുന്നത് ബിസ്ര മുണ്ടയാണ്. സോ ബിസ്ര മുണ്ട തന്നെയാണ് ഈ ധർത്തി ആബ എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ഷെഡ്യൂൾ ട്രൈബ്സിന് വേണ്ടിയുള്ള ഒരു സ്കീമും കൂടാണ് ധർത്തി ആബ ജൻജാതീയ ഗ്രാം ഉത്കർഷ് അഭിയാൻ. ഇത് മുഴുവൻ ഓർത്ത് വെക്കേണ്ട, പക്ഷേ ട്രൈബൽസിന് വേണ്ടിയുള്ള ഒരു സ്കീം ഇവിടെ ഉണ്ട് എന്ന് ഓർക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണ്. ആൻഡ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്, പാക്കേജ് ഫോർ ബേസിക് സ്കീം സാച്ചുറേഷൻ. അതെന്താണ് ഈ ബേസിക് സ്കീം സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ? വേറെ ഒന്നുമല്ല, ആ ബേസിക് സ്കീം സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ആ സ്കീം കുറച്ചായിട്ടല്ലാതെ ആ സ്കീമിൻ്റെ മുഴുവൻ ആസ്പെക്ട്സും, അതായത് കംപ്ലീറ്റ് ലുക്ക് അറ്റ് 360, ആ സ്കീമിൻ്റെ മുഴുവൻ ആസ്പെക്റ്റും ഹോളിസ്റ്റിക് ആയിട്ട് ഇവിടെ നടപ്പിലാക്കണം എന്നുള്ളതാണ് സ്കീം സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മേജർ ആയിട്ടുള്ള ആസ്പെക്ട്സ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഇതിലെ മേജർ ആയിട്ടുള്ള കാര്യങ്ങളും യൂണിയൻ ക്യാബിനറ്റ് അതിനുവേണ്ടി ഫണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക, ഈ സ്കീമും ഇതും ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. പിന്നെയുള്ള പ്രധാനപ്പെട്ട വാർത്ത നമ്മളിതിൽ നോക്കുമ്പോൾ 56, ഇതൊരു പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും രസകരമായിട്ടൊരു സംഭവമാണ്. കാരണം ഇത്രയും വർഷത്തിന് ശേഷമൊക്കെ നമുക്കറിയാം ഇതിൽ നമുക്ക് നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ ആർമിയുടെ മെമ്പേഴ്സും തിരങ്ക മൗണ്ടൻ റെസ്ക്യൂ റിക്കവറി മിഷൻ നടത്തിയപ്പോഴാണ് നമുക്കറിയാം ഒരുപാട് ആൾക്കാരുടെ 56 വർഷം മുന്നേ പ്ലെയിൻ ക്രാഷിൽ മരിച്ചവരുടെ ബോഡി ഇതിൽ കാണാം. ഈ ഗ്ലേഷ്യേഴ്സിനും ഇതെന്നൊക്കെ തിരിച്ചു കിട്ടി. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് നാരായൺ സിംഗിൻ്റെ ആണ്. ചമോലി, ഉത്തരാഖണ്ഡിലെ പഴയ ഇതിലെ ചമോലി ഡിസ്ട്രിക്റ്റിലെ നാരായൺ സിംഗിൻ്റെ ബോഡി കിട്ടിയെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇതുപോലെയല്ല, നമുക്കിവിടെ മലയാളത്തിൽ തന്നെ മലയാളി ആയിട്ടുള്ള ആളുടെ ഇതും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതാണ്. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഇതൊരു വാർത്തയായിട്ട് UPSC ലെവലിൽ നമുക്ക് അങ്ങനെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതല്ല, ഡെഫിനറ്റ്ലി അതൊരു ഇൻട്രസ്റ്റിംഗ് കൗതുകം ഉള്ളൊരു സംഭവമായതുകൊണ്ട് നമ്മളിത് നോട്ട് ചെയ്തെന്നേ ഉള്ളൂ. പിന്നെ വാർത്ത എന്ന് പറയുന്നത് 3 ചോപ്പറിൽ കുറച്ച് ആൾക്കാർ മരിച്ചുപോയി. അതും നമുക്കൊരു സിവിൽ സർവീസ് ലെവലിൽ കൊണ്ടുവയ്ക്കാൻ പറ്റുന്ന ഒരു വാർത്തയല്ല, പക്ഷെ എന്നാലും ജസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ മറ്റ് സ്റ്റേറ്റ്സിൻ്റെ കാര്യങ്ങൾ വായിക്കുമ്പോൾ ഇതിലും നമുക്കങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള UPSC പെർസ്പെക്റ്റീവിൽ ഇത് കണ്ടെത്തണം എന്ന് പറയുന്ന ഒരു സംഭവം ഇതിൽ കുറവാണ്. അതേപോലെ അടുത്ത് നമുക്ക് സ്റ്റേറ്റ്സിൻ്റെ പല ന്യൂസ് വെക്കുമ്പോൾ ഇതിൽ ലെപ്പേർഡ്സിനെ കുറിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ലെപ്പേർഡ്സ് ഇന്ത്യയിൽ ഉണ്ടോ എന്നൊക്കെ ഉള്ള സംഭവങ്ങൾ, ഈ ആനിമൽസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇവിടെ ലെപ്പേർഡ്സ്, ദ മാൻ ഈറ്റിംഗ് കുമാവ് എന്നൊക്കെ പറയുന്ന പോലെ ഉദയ്പൂർ എവിടെയാണെന്നുള്ളത് കണ്ടെത്തണം. ലെപ്പേർഡ്സ് എവിടെയൊക്കെയാണ് ഇന്ത്യയിൽ കാണുന്നത്? കാരണം നാളെ ചോദ്യം വരികയാണ്, ഇന്ത്യയിലെ ലെപ്പേർഡ്സ് ആർ നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ. ഇങ്ങനെ ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് ലെപ്പേർഡ്സ് നാച്ചുറലി ഫൗണ്ട്, അങ്ങനെയാണെങ്കിൽ ലെപ്പേർഡ്സ് ഇന്ത്യയിൽ ശരിക്കും ഉള്ളതാണോ? ശരിക്കും ലെപ്പേർഡ്സ് നമുക്ക് ഇന്ത്യയിൽ ഉണ്ടോ? ഇപ്പോൾ നമ്മൾ ചീറ്റനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ ലെപ്പേർഡ്സ് എവിടെയൊക്കെയാണ് കാണാൻ പറ്റുക, വെയർ ആർ ദി ലെപ്പേർഡ്സ് ലൊക്കേറ്റഡ്, അല്ലെങ്കിൽ അവരെവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതും കൂടെ നമുക്കൊന്ന് കാണാവുന്നതൊരു സംഭവമാണ്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. സോ ദാറ്റ് ഈസ് വൺ തിങ് ദാറ്റ് വി ക്യാൻ നോട്ട് ഹിയർ. പിന്നെയുള്ളത് ഇതിനകത്ത് വരുന്നത് ബദലാപൂർ എൻകൗണ്ടർ കേസ്. ആ കേസ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. പിന്നെ അതേപോലെ ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് വോങ് ചുക്, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു, ലഡാക്കിന് സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അതിങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി, ലഡാക്ക് എവിടം വരെ എത്തി എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും അറിയണം. കാരണം ലഡാക്കിന് സ്റ്റേറ്റ്ഹുഡ് വേണം, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. സെപ്പറേറ്റ് സ്റ്റേറ്റ് ആവണം, സെപ്പറേറ്റ് ഓട്ടോണമി വേണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അവർക്ക് ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ വൈസ് ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യുകയാണ്, 6th ഷെഡ്യൂളിലേക്ക് വരണം എന്നാണ് പറയുന്നത്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ വൈസ് നമുക്കറിയണം എന്താണ് ഈ 6th ഷെഡ്യൂൾ, എന്ത് പ്രത്യേക റൈറ്റുകളാണ് 6th ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റുകൾക്ക്, അല്ലെങ്കിൽ എന്ത് ബെനിഫിറ്റ്സ് ആണ് അവർക്കുള്ളതെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ മനസ്സിലാക്കണം. നമുക്കിതൊന്ന് ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി എടുക്കേണ്ടത് 6th ഷെഡ്യൂളിലേക്കുള്ളതാണ്. അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തിട്ട് എന്താണ് 6th ഷെഡ്യൂൾ എന്നുള്ളതും കൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റണം എന്നുള്ളതാണ് ഇതിനകത്ത് പറയേണ്ട ഒരു പോയിന്റ്. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് വാർത്തയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിനകത്തുനിന്ന് കാണാൻ പറ്റുന്നത് അഗെയിൻ ക്രൈംസ്. ഇത് കഴിഞ്ഞ ഇന്നത്തെ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റും. സോ ദീസ് അഗെയിൻ നമുക്ക് മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഇന്ത്യൻ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഇറ്റ്സ് എ വെരി ഗ്ലാരിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് ദാറ്റ് maybe in the yesterday's news also we noticed the same thing, that the rights of Dalits, especially അവരുടെ ദളിറ്റ്സ് അട്രോസിറ്റീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചർച്ച ചെയ്യപ്പെടുന്നൊരു സംഭവമാണ്. ദളിറ്റ്സിൻ്റെ വീട് കത്തിക്കുന്നു, ക്രൈംസ് കൂടുന്നു എന്നുള്ളത്. തമിഴ്നാട്ടിൽ തന്നെ യു ക്യാൻ സീ ദാറ്റ് 40% ഓഫ് ദളിറ്റ്സ്, അതായത് ഷെഡ്യൂൾ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെക്കെതിരെയുള്ള അതിക്രമങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. സോ അതേപോലെ തന്നെ യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. അതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. എന്താണ് ഈ NCRB? ഇതൊക്കെ ഒന്ന് എഴുതിയെടുത്തിട്ട്
നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്യുകയോ ഒക്കെ ചെയ്ത് കണ്ടുപിടിച്ച് നിങ്ങൾ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. UPSCക്ക് നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം ഒന്നും സ്പൂൺ ഫീഡ് ചെയ്ത് ആർക്കും തരാൻ പറ്റില്ല. പത്രത്തിലുണ്ട്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് പോയി അന്വേഷിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് റൂൾ എന്ന് പറയേണ്ടത്. അപ്പോൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാണ്, ഇത് ആരാണ് തുടങ്ങിയത്, ഏത് വർഷം തുടങ്ങി, ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഇതിൻ്റെ പവർ എന്തൊക്കെയാണ്, ആരുടെ കീഴിലാണ് ഈ ഏജൻസി പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ ചിലപ്പോൾ പ്രിലിംസിന് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു ഒരു മുൻകരുതൽ എടുക്കുന്നത് വളരെ നല്ലതാണ് ഇങ്ങനത്തെ ടോപ്പിക്സിലൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിലേക്ക് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതാണ് ഇതിനകത്ത് വരുന്നൊരു ന്യൂസ് എന്ന് പറയുന്നത്. പിന്നെ ധാരാവി റീഡെവലപ്മെന്റ് പ്രോജക്ട് അദാനി ബിക്കംസ് എ റാലിംഗ് പോയിന്റ് ഓഫ് ഒപ്പോസിഷൻ ഇൻ മഹാരാഷ്ട്ര. ഇത് വേറൊന്നുമല്ല, മഹാരാഷ്ട്ര ഗവൺമെന്റ് ഇതിൽ പൊളിറ്റിക്കൽ വേറൊന്നും സിമ്പിൾ, ഇതിൽ പറയുന്ന കാര്യം വളരെ സിമ്പിളാണ്. അതായത് അവിടെ നടക്കുന്ന ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവിടെ ഒരു സ്ഥലത്ത് അദാനിക്ക് ഒരുപാട് പവേഴ്സ് കൊടുത്തിട്ട്, അദാനിയാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള എനർജി കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഇതിൽ ആ ടെൻഡറും ബിഡിംഗ് ഒക്കെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ മഹാരാഷ്ട്ര ഗവൺമെന്റ് ഇത് അദാനിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, ഇതിനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒപ്പോസിഷൻ പാർട്ടീസ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും പറയുന്നില്ല. ഒപ്പോസിഷൻ പാർട്ടി പറയുന്നത് ഇത് മൊത്തത്തിൽ ഇവർ അദാനി സിറ്റി ആക്കി മാറ്റുകയാണെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് പൊളിറ്റിക്കൽ കാര്യങ്ങളല്ലാതെ ഇതിൽ എനർജിയുടെ ഒരു ആസ്പെക്ട് വരുന്നുണ്ട്. അതേപോലെ മുംബൈയിൽ പിന്നെയും ഞാൻ ചോദിക്കുക, ഇതിൽ വന്നൊരു സംഭവമാണ് പിന്നെയും സോൾട്ട് പാൻ, ദ സോൾട്ട് പാൻസ് ഓഫ് മുംബൈ. അപ്പോൾ എന്താണ് ഈ സോൾട്ട് പാൻ എന്നുള്ളത് നമ്മൾ ഫ്രീക്വൻ്റ്ലി കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ സോൾട്ട് പാൻ എന്നുള്ളതും കൂടെ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണെന്നുള്ളതാണ് ഇവിടെ നമുക്ക് എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ഞാൻ അതിൽ എടുക്കുന്നതാണ്. മറ്റ് പൊളിറ്റിക്സ് മാറ്റി വെച്ചാൽ നമുക്ക് UPSCക്ക് ആവശ്യമുള്ള കാര്യം മാത്രം എടുത്താൽ മതി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്കൊന്ന് വിമൻ എംപവർമെൻറ്റിനൊക്കെ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ആർട്ടിക്കിളാണ് ഈ വിമൻ ധക്കീസ്. ഈ ധക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈസ്റ്റേൺ സമയത്ത് ആ ഡ്രം കൊട്ടിപ്പാടുന്നത് ഈ ദുർഗാ പൂജയ്ക്കൊക്കെ വളരെയധികം ട്രഡീഷണൽ ആയിട്ടുള്ളതാണ്. അതിൽ തന്നെ പറയുന്നുണ്ട്, അതായത് സാധാരണ പുരുഷന്മാരല്ലെങ്കിൽ മെയിൽ ഫോക്കാണ്, ആണുങ്ങളാണ് ഈ ധക്ക് ഇത് കൊട്ടിപ്പാടുന്നത്. പക്ഷെ ഇപ്രാവശ്യം ധക്കീസ് ഉണ്ട് ദുർഗാ പൂജ ഫെസ്റ്റിവൽസിൽ. ട്രഡീഷൻസിനെയും ടാബൂനെയും ഇറ്റ് ഈസ് ഈവൻ സെഡ് they have broken the stereotypes, they are rising above the taboo and women are making it to the way എന്ന് പറയുമ്പോൾ വിമൻ ഫോക്കിനും ആ ഒരു റൈറ്റ് കിട്ടി എന്നുള്ളതാണ്. സോ ദുർഗാ പൂജ പ്ലേയിങ് ധക്ക് ഓർ ഡ്രംസ് ഫ്രം ഈസ്റ്റേൺ ഇന്ത്യ ഡ്യൂറിംഗ് ദ ദുർഗാ പൂജ was mostly a male domain which women are taking. സോ ഇതൊരു സംഭവം ഇമ്പോർട്ടൻ്റ് പറയുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, ദുർഗാ പൂജ റിച്വൽ പെർഫോം ചെയ്യുന്നതും ട്രഡീഷണലി ആണുങ്ങളാണെങ്കിലും ഇപ്പോൾ സ്ത്രീകളും അത് ചെയ്തു തുടങ്ങി. സോ ദേ ആർ ബ്രേക്കിംഗ് ദ സോഷ്യൽ ടാബൂസ്. ഇതൊക്കെ essay പേപ്പറിലോ അല്ലെങ്കിൽ മെയിൻസിൻ്റെ ആൻസറൊക്കെ എഴുതുമ്പോൾ റോൾ ഓഫ് വിമൻ എന്നൊക്കെ പറയുമ്പോൾ സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ എക്സാമ്പിളായിട്ട് മെയിൻസ് എക്സാമിനൊക്കെ എഴുതാൻ പറ്റുന്ന പോയിന്റാണ് അതൊക്കെ. ഇങ്ങനത്തെ പോയിന്റൊക്കെ എഴുതുമ്പോൾ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടും, നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ ആൻസേഴ്സ് ഒക്കെ റെലവൻ്റ് ആവും. അപ്പോൾ അത് ഇതിനകത്ത് നിന്ന് ഓർത്തെടുക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിനകത്ത് സതേൺ സ്റ്റേറ്റ്സിൽ ഇതിനകത്ത് വലിയ കാര്യമായിട്ട് ഈ ന്യൂസ് വായിച്ചപ്പോൾ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി. എക്സ്പാട്രിയേറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ താമസിക്കുന്ന ഇസ്രയേലിൽ താമസിക്കുന്ന ആൾക്കാരുടെ ലൈഫാണ് കാണിച്ചിരിക്കുന്നത്. എസ്പെഷ്യലി ഇന്ത്യൻസിൻ്റെ അവസ്ഥയാണ് ഇതിൽ. തെലുഗു ആൾക്കാരുടെ കാര്യം പറയുന്നത്, കാരണം ഇവരെല്ലാം ബങ്കേഴ്സിലാണ് താമസിക്കുന്നത്. കാരണം മിസൈലൊക്കെ വന്ന് വീണാലും ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി നമുക്കറിയാം വാർ ബങ്കേഴ്സ് ഒക്കെ ഉണ്ട്. ബങ്കർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഇതിൽ പറയുന്നുണ്ട് പ്രത്യേകം ഇത്ര അടി താഴെയുള്ള സ്ഥലത്തൊക്കെയാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആ ഒരു വാറിൻ്റെ ഒരു ഡിഫിക്കൽട്ടി നമുക്കിതൊന്ന് വായിച്ചാൽ മനസ്സിലാവും. കാരണം എല്ലാം സിവിൽ സർവീസിന് വേണ്ടി പഠിക്കല്ലേ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ഒരു സ്പിരിറ്റിലും കൂടെ മനസ്സിലാക്കണം. എല്ലാം ഈ പത്രം വായിക്കുന്നത് തന്നെ UPSCക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി അല്ല, നമ്മൾ അതിൻ്റെ ഒരു സ്പിരിറ്റിൽ വായിക്കണം. അപ്പം ഇതിൽ തന്നെ പറയുന്നുണ്ട്, അത് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി എനിക്ക്. എന്തൊരു ഡിഫിക്കൽട്ടുള്ളൊരു അവസ്ഥയാണെന്ന് എനിക്ക് തോന്നി. കാരണം 1500ഓളം ആൾക്കാരാണ് ഇങ്ങനെ താമസിക്കുന്നത്. എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ ഇതിലവർ പറയുന്നുണ്ട്, ടിപ്പിക്കലി ദ ബങ്കേഴ്സ് കൺസ്ട്രക്റ്റഡ് ഹാവ് 32mm കോൺക്രീറ്റ് വാൾ ഓൺ ഓൾ സൈഡ്സ്. ഇറ്റ് കനോട്ട് ബി പെനട്രേറ്റഡ് ഈവൻ ഇഫ് എ മിസൈൽ ഹിറ്റ്സ് ഡയറക്ട്ലി. അപ്പോൾ അങ്ങനെ ബങ്കറിലൊക്കെ താമസിച്ചാണ്, അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സാണ് കൂടുതലും. അവർ അത്രയും ഡിഫിക്കൽട്ടിയോടാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഒരു വാറൊക്കെ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു റിയാലിറ്റിയും കൂടെ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതൊരു ചെറിയ വാർത്തയാണെങ്കിലും നമ്മളിത് സീരിയസ് ആയിട്ട് കാണുന്നില്ലെങ്കിൽ പോലും ഇതിനകത്തൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മളിത് സീരിയസ് ആയിട്ട് കാണുന്നില്ലെങ്കിൽ ഇതും ഷെഡ്യൂൾ കാസ്റ്റ് ആൾക്കാർക്ക് വേണ്ടിയുള്ള ഈ തെലങ്കാന ഗവൺമെൻറ് ഷെഡ്യൂൾ കാസ്റ്റ് ആൾക്കാരെ സബ് കാറ്റഗറൈസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വാർത്ത. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, അവർ പറയുന്നത് കാറ്റഗറി സുപ്രീം കോടതിയുടെ ഒരു തീരുമാനം കൂടെ, ഒരു ഡിസ്കഷനും കൂടെ ഉണ്ട് ഡെഫിനറ്റ്ലി. അതായത് ഷെഡ്യൂൾ കാസ്റ്റ് ആൾക്കാരെ ABCD എന്ന് പറയുന്ന പല ഗ്രൂപ്പുകളിലായിട്ട് തിരിച്ച് ഡെവലപ്മെൻറ്റ് കൊടുക്കാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ ബേസിക് പ്രിമൈസ് ഇത്രയേ ഉള്ളൂ. അതായത് പൊതുവെ പറയാം, നമ്മൾ ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു കാസ്റ്റിനെ നമ്മൾ ലാർജറായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിലെല്ലാവരും ഡെവലപ്ഡ് ആണോ? ചില ആൾക്കാർ ഹൈലി ഡെവലപ്ഡ് ആണ്,
ചില ആൾക്കാർ വളരെ ഇപ്പോഴും വളരെ ലോ ഡെവലപ്ഡ് ആണ്, വളരെ മോശം സിറ്റുവേഷനിലാണ്. അപ്പം മൊത്തം ഈ കാസ്റ്റ് എന്ന് പറയുന്ന SC എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്റ്റിഗ്മറ്റൈസോടെ ഇവരെല്ലാവരും അണ്ടർ ഡെവലപ്ഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ചില കാറ്റഗറി വളരെയധികം ഡെവലപ്ഡ് ആണ്. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കാറ്റഗറി തന്നെ സബ് കാസ്റ്റ് ചെയ്തിട്ട് ABCD എന്ന് പറഞ്ഞ 2-3-4 കാറ്റഗറി ഒക്കെ ഉണ്ടാക്കി തമ്മിൽ ഇതിൽ ഭേദപ്പെട്ട വളരെയധികം മെച്ചപ്പെട്ട് നിൽക്കുന്ന കമ്മ്യൂണിറ്റീനെ വേറൊരു കാറ്റഗറിയിലിട്ട് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യുന്നത് വേറെ കാറ്റഗറിയിലിട്ട് തീരെ ഡെവലപ്ഡ് ഇല്ലാത്ത ആൾക്കാർ അവിടെയും ഇനി ഒരുപാട് ഡെവലപ്മെന്റ് വേണം, ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇഫ് ദേ ആർ ബാക്ക്വേർഡ് അവരെ വേറെ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്മെന്റ്സിന്റെ ഫ്രൂട്ട് ഇത് സംഭവം ഭയങ്കര ഷെഡ്യൂൾ കാസ്റ്റ് തന്നെ ഏറ്റവും ഭയങ്കര റിച്ച് ആയിട്ടുള്ള ക്ലാസ് ആണ്. പക്ഷേ റിസർവേഷൻ കൊടുക്കുമ്പോൾ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ അത് എടുക്കുന്നത്. കാരണം അവർക്ക് എഡ്യൂക്കേഷനും ആക്സസും ഒക്കെ ഉള്ളതുകൊണ്ട് അവരായിരിക്കും അത് ആദ്യം ക്ലെയിം ചെയ്യുക. അപ്പോൾ BCD എന്ന് പറയുന്ന ആൾക്കാർ അത്ര ആ കാസ്റ്റിൽ തന്നെ താഴെ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ഇത് കിട്ടുന്നില്ല. അപ്പോൾ തെലങ്കാന ഗവൺമെന്റ് ഇത് വലിയൊരു ഇനിഷ്യേറ്റീവ് ആയിട്ട് എടുക്കുകയാണ്. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ ദാറ്റ് ക്യാൻ ബി ലേൺ ഫോർ ദ സൊസൈറ്റി പെർസ്പെക്റ്റീവ്. അപ്പോൾ ഇത് ചെറിയ വാർത്തയാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു ആസ്പെക്റ്റും കൂടെ അതിനകത്തുണ്ട് എന്നുള്ളതും കൂടെ ഞാൻ ഇതിനകത്ത് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെയുള്ളത് എഡിറ്റോറിയലാണ്. ഇതിനകത്ത് എഡിറ്റോറിയൽ രണ്ടാമത്തേൽ കശ്മീരിൽ നല്ലോണം വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ടായെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞില്ല എഡിറ്റോറിയൽ ഇപ്പോൾ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പ്രധാനപ്പെട്ട അതിന് ഞാൻ ഇപ്പോഴും പറയുന്നത് നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് 8-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒക്ടോബർ 8-ന് സ്റ്റാർട്ട് ചെയ്യും. 8 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഡിറ്റോറിയലൊക്കെ അവിടെ കാണാം. പക്ഷെ എന്നാലും ഞാൻ ഡെഫിനറ്റ്ലി പത്രം വായിക്കുമ്പോൾ ഒരു ഫീലിന് വേണ്ടി എന്താണെന്ന് നിങ്ങൾ അറിയണ്ടേ. ഇതിൽ ഇൻഫ്ലക്ഷൻ പോയിന്റിൽ പറയുന്ന വേറെ കാര്യങ്ങളൊന്നുമല്ല. ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും ഒരു ഫൈറ്റും അതിലുണ്ടാവാൻ സാധ്യതയുള്ള പ്രോബ്ലം. എന്തായാലും ഇറാനും ഇസ്രായേലും പോലത്തെ കൺട്രി ഫൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഇമ്പാക്റ്റ് എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത് ബേസിക്കലി. അതിപ്പോൾ ആ വാർത്ത അറിഞ്ഞാൽ ഇത് കാര്യം മനസ്സിലാവും. പിന്നെയുള്ളത് ഇത് റീസെൻ്റ്ലി നമ്മുടെ നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ തന്നെ ചാനലിൽ ഞാൻ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു സാമ്പിൾ ക്ലാസ്, എനിക്ക് തോന്നുന്നു ക്ലാസ് നമ്പർ 4 ഇപ്പോൾ കഴിഞ്ഞ 4ാമത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഞാൻ ഈ ടോപ്പിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ വേറൊന്നുമല്ല, ഈ അടുത്ത് നമുക്കറിയാം ബോംബെ ഹൈക്കോടതി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു കോഡുണ്ട്, അതായത് ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് FCU എന്ന് പറയുന്നത് PIB തുടങ്ങിയതാണ്. ഞാനിത് ഫുൾ പറയുന്നില്ല, നിങ്ങൾ അതിൽ പോയി ആ ക്ലാസ് മുഴുവൻ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. PIB പ്രസ് ഇൻഫർമേഷൻ്റെ ഒരു സംഭവമാണ് ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ്. അതേപോലെ IT ആക്ടിൽ ഇവരൊരു മാറ്റം കൊണ്ടുവന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസാണത്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ്റിനെ കുറിച്ചിട്ട് ഫാൾസ് ഇൻഫർമേഷൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. X എന്ന് പറയുന്നത് ഒരു ഒരു ഗവൺമെൻറ് സ്കീമാണെന്ന് വിചാരിക്കുക. ഒരു അഗ്രികൾച്ചറിനെ കുറിച്ചൊരു സ്കീമാണ്. ഈ Xനെ കുറിച്ചിട്ട് തെറ്റ് പ്രചരിപ്പിക്കുന്ന രീതിയിൽ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ ഇടുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ FCU എന്ന് പറയുന്ന ഈ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് ഇത് കണ്ടുപിടിക്കുകയും ഇത് റിമൂവ് ചെയ്യാൻ പറയും. ഇത് ഫാൾസ് ആണ്, ഇൻഅപ്രോപ്രിയേറ്റ് ആണ്, റിമൂവ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ റിമൂവ് ചെയ്യണം, നമ്മളാണ് ഇട്ടത്. പക്ഷെ നമ്മളെക്കാട്ടും കൂടുതൽ പ്രശ്നം ഈ ആ ചാനൽ പ്ലാറ്റ്ഫോമിനാണ്. ഫേസ്ബുക്കിനാണ് ഇട്ടെങ്കിൽ മെറ്റയ്ക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം. ആ പുതിയ IT ആക്ട് അമെൻഡ് ചെയ്തിട്ടുണ്ട്, IT റൂൾസ് അമെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഇന്റർമീഡിയറ്റ് ഗൈഡ് ലൈൻ ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ പേരാണ്. ഇതനുസരിച്ചിട്ട് എനിക്കൊന്ന് 36 മണിക്കൂറിനുള്ളിൽ എങ്ങാണ്ട് ഇത് റിമൂവ് ചെയ്തില്ലെങ്കിൽ ഈ ചാനൽ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ ലീഗൽ ഇമ്മ്യൂണിറ്റി പോവുകയാണ്. അപ്പോൾ ഇത് ഭയങ്കര ഡിസ്കഷൻ വന്നു. സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നൊരു സംഭവമാണ്. ബോംബെ ഹൈക്കോർട്ട് ഇതിൻ്റെ അവിടുത്തെ ജസ്റ്റിസ് ഇതിനെ നൾ ആൻഡ് ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്, ഇത് ഫ്രീഡം ഓഫ് സ്പീച്ചിനെ വയലേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഇത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഈ മൊത്തം ആർട്ടിക്കിളും ബേസിക്കലി പറയാൻ ശ്രമിക്കുന്നത് ഈ ടോപ്പിക്കാണ്. അപ്പോൾ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ, ഞാൻ അത്രയും ഡെപ്തിലേക്ക് പോയാൽ സമയം തരാത്തതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാത്തത്. അപ്പോൾ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. അടുത്തത് ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് PhDയുടെ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം ഇന്ത്യയിൽ നമുക്ക് കോളേജിലും ഇതിലൊക്കെ PhD ഒക്കെ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നെറ്റ് എന്ന് പറയുന്ന എക്സാം ക്വാളിഫൈ ചെയ്യണം. അപ്പോൾ ഈ നെറ്റും പിന്നെ PhDയുടെ ഒക്കെ ഒരു സെൻട്രലൈസ്ഡ് അപ്രോച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ്സും മെറിറ്റ്സ് ഒക്കെയാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അതായത് നിങ്ങൾക്കൊരു നാഷണൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ 2-3 യൂണിവേഴ്സിറ്റി ഉണ്ട്, XYZ എന്നൊക്കെ പറയുമ്പോൾ ഓരോ സബ്ജക്റ്റിനും ഓരോ യൂണിവേഴ്സിറ്റിക്കൊക്കെ ഓരോ പ്രത്യേകത ഉണ്ടാവും. നിങ്ങൾ എടുക്കുന്ന സബ്ജക്റ്റ് Y യൂണിവേഴ്സിറ്റിയിലാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ആ Y യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പോകണമെങ്കിൽ നമ്മൾ എടുക്കുന്ന ടോപ്പിക്കും അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് വലിയ പവർ ഇല്ലാതാവുകയാണ്. യൂണിവേഴ്സിറ്റിക്ക് ചിലപ്പോൾ അതിൻ്റെതായ മാനദണ്ഡങ്ങൾ കൊണ്ടുവരാം. ദേ ക്യാൻ ആക്ച്വലി പ്രിസ്ക്രൈബ് ദെയർ ഓൺ സ്ട്രാറ്റജീസ്. അതായത് ഇന്ന സബ്ജക്റ്റ് ഇങ്ങനെ പഠിക്കണം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ സെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് ഈ നെറ്റ് പോലത്തെ പ്രോസസ്സൊക്കെ വന്നുകൊണ്ട് എല്ലാം സെൻട്രലൈസ്ഡ് ആയിട്ട് ഇവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പലപ്പോഴും ഈ ആർട്ടിക്കിൾ പറയുന്നത് PhDയുടെ ഒരു പർപ്പസ്. പിന്നെ പറയുന്നുണ്ട് നെറ്റിൻ്റെ പോലത്തെ പരീക്ഷ സാധാരണക്കാർക്ക് പാസ്സാവാൻ പറ്റുന്നില്ല, കാരണം കോച്ചിങ്ങും ഇതിനൊക്കെ ഭയങ്കര ഫീസ് ഉള്ളതുകൊണ്ട് ഇത് കിട്ടുന്നില്ല. അപ്പോൾ ആ പരീക്ഷയുടെ ചോദിക്കുന്ന സാധനമൊന്നും ഒരു
ക്രിട്ടിക്കൽ തിങ്കിങ്ങോ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് സാധനങ്ങളൊന്നും ചോദിക്കുന്നില്ല. PhD എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ചെയ്യേണ്ട സാധനം. ഈ നെറ്റൊന്നും അത് ഈ പരീക്ഷ കൊണ്ടുവരുന്നില്ല അല്ലെങ്കിൽ അത് അസസ് ചെയ്യുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. സോ അതിൻ്റെ ഒരു കാര്യങ്ങളാണ് ഇത് മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ഷോർട്ട് അത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ള മേജർ ആയിട്ടുള്ള കാര്യം. പിന്നെ ചൈന, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ചൈന വിയറ്റ്നാം, ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പറയും. ഇതിൻ്റെ മേജറായിട്ട് ചൈന വിയറ്റ്നാമും ഉള്ളൊരു ബന്ധം ഞാൻ ഇതിലേക്ക് എടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ വിയറ്റ്നാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ചൈനയും വിയറ്റ്നാമും വളരെയധികം ഇതിൽ പറയുന്നുണ്ട്. ഹോച്ചി മിന്നും മാവോ സെ തുങ്ങിൻ്റെ സമയം തൊട്ട് ചൈന വിയറ്റ്നാമിൻ്റെ ഒരു റിലേഷൻ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വിയറ്റ്നാമിലെ പുതിയ ഇലക്ഷൻ സെലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആദ്യം ചൈനയിലേക്കാണ് വിസിറ്റ് ചെയ്തത്. വിയറ്റ്നാമും ചൈനയും നല്ലൊരു ബന്ധം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി US-ഉം അതേപോലെ തന്നെ ഫിലിപ്പീൻസും വളരെയധികം ശ്രമിക്കുന്നുണ്ട് വിയറ്റ്നാമിൻ്റെ അടുത്ത്. അതായത് ചൈനയുടെ അടുത്ത് അത്ര കമ്പനി വേണ്ട എന്ന് പറയുന്ന ലെവൽ. പക്ഷെ ചൈനയും വിയറ്റ്നാമും ആ ഒരു കോമൺ ബന്ധം കൊണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇന്ത്യയുമുണ്ട്. ഇന്ത്യ വളരെ അവിടെയാണ് വിയറ്റ്നാമിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. വിയറ്റ്നാം ചൈനയുടെ കൂടെയുണ്ട്, വിയറ്റ്നാം ഇന്ത്യയുടെ കൂടെയുണ്ട്. ഇന്ത്യ വിയറ്റ്നാമിൻ്റെ ഒരു കൾച്ചറൽ പാർട്ട്ണറും കൂടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കൾച്ചറൽ ആംഗിളിലാണ് വിയറ്റ്നാമിൻ്റെ ഡെവലപ്മെൻറ്റ് ഇവിടെ വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ആൻഡ് അതേപോലെ ഈ കോണ്ടെക്സ്റ്റിൽ പറയുന്ന വലിയൊരു സംഭവമുണ്ട്, ഈ ആർട്ടിക്കിളിൽ തന്നെ പറയുന്ന സംഭവമുണ്ട്, ബാംബു ഡിപ്ലോമസി. These are very important things for international relations for your mains exam. So what is this concept of bamboo diplomacy? വളരെ സിമ്പിളായിട്ട് പറയാം. അതായത് ബാംബു വുഡ് അത് പറയുന്നത് എങ്ങനെയാണ്, നമ്മളത് കാറ്റത്ത് വരുന്ന സമയത്ത് അത് ഒടിയില്ല, അത് വളയുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ സൈഡിലും വളഞ്ഞു നിൽക്കും. അല്ലെങ്കിൽ നമുക്ക് ഇന്ന ആൾക്കാരൊന്നുമില്ല, നമ്മൾ ചൈനയുടെ കൂടെ നിൽക്കും, വേണമെങ്കിൽ ഇന്ത്യയുടെ കൂടെ നിൽക്കും. നമ്മൾ ചൈനയുടെ കൂടെയും ഇന്ത്യയുടെ കൂടെ നമ്മൾ നിൽക്കും. നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ ഡിപ്ലോമാറ്റിക് റിലേഷനിൽ നിൽക്കും എന്നുള്ളതാണ് ബാംബു ഡിപ്ലോമസി ഇവിടെ കൊണ്ടുവരുന്നത്. ഇവിടെ അത് വിയറ്റ്നാമിൻ്റെ ആസ്പെക്റ്റിലാണ് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഈ ആർട്ടിക്കിൾ ചെറുത് എഡിറ്റോറിയൽ, ഇത് എഡിറ്റോറിയൽ അല്ല, ഇത് ആക്ച്വലി അതിൻ്റെ കോളമാണ്. അതിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ബാംബു ഡിപ്ലോമസിയെ കുറിച്ചിട്ട് ഞാനിവിടെ ഇതിനകത്ത് പറയുന്നുണ്ട്. ആ പോർഷൻ ബാംബു ഡിപ്ലോമസിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ എടുത്തു പറയുന്നത്, നിങ്ങൾ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ ഇതിനകത്ത് വേറെ കാണേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട്സ് ഓഫ് പരാസൽ ഐലൻഡ്സ് കണ്ടോ, ബാംബു ഡിപ്ലോമസി ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പരാസൽ ഐലൻഡ്സ് എന്താണെന്നും കൂടെ ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതൊന്ന് അറിയില്ലെങ്കിൽ ഇപ്പം തന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പം തന്നെ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചു പരാസൽ ഐലൻഡിൻ്റെ പ്രശ്നം എന്താണ്, എന്ത് ഇഷ്യൂ ആണ്. ഇത്രയും ഞാൻ ഡെയിലി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി എഴുതി കണ്ടുപിടിക്കുകയാണെങ്കിൽ തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾ എളുപ്പമാവും പ്രിപ്പറേഷൻ. പക്ഷെ അത് ചെയ്യാന്നുള്ളതിന് അപാരമായ ഡിറ്റർമിനേഷൻ, ഡെഡിക്കേഷനും വേണം. അത് നിങ്ങളുടെ അടുത്താണ് ഇരിക്കുന്നത്. ഓക്കെ, സോ അതാണ്. പിന്നെ എസ്കലേറ്റിംഗ് ഇസ്രായേൽ ഹെസ്ബുള്ള കോൺഫ്ലിക്റ്റ്, അത് ഓൾറെഡി അറിയാം, വയലൻസ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെയുള്ളത് നാഷണൽ ന്യൂസാണ്. നമുക്ക് നാഷണൽ ന്യൂസിൽ നമ്മൾ താഴത്തെ ന്യൂസെല്ലാം നമ്മൾ കണ്ടതാണ്. അതിൽ ഒഡീഷയുടെ യൂണിഫോമിൻ്റെ കളർ മാറ്റി. കാരണം ഇപ്പോൾ ഓൾറെഡി ഉള്ളത് വൈറ്റും ഗ്രീനാണ്. അത് അവിടുത്തെ ബിജു ജനതാദളിൻ്റെ യൂണിഫോം ആണെന്ന് പറഞ്ഞിട്ട് ആ പുതിയ യൂണിഫോം കൊണ്ടുവരികയാണ്. രസത്തിന് വായിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ മണിപ്പൂരിൻ്റെ ഇഷ്യൂ അഗെയിൻ, അവിടുത്തെ ഡെഫിനറ്റ്ലി അവിടുത്തെ കൂക്കി മേത്തി എന്നൊക്കെ പറയുന്നത് എന്താണ്, ഞാൻ ഇപ്പോഴും പറയുന്നു. മണിപ്പൂർ ഇഷ്യൂ അറിയില്ലെങ്കിൽ മേക്ക് ഷുവർ നിങ്ങളൊന്ന് ശ്രമിച്ചിട്ട് എന്താണ് ആ മണിപ്പൂർ ഇഷ്യൂ എന്നൊന്ന് കണ്ടുപിടിച്ചിട്ട് എന്താണ് ഈ മേത്തി, എന്താണ് ഈ കൂക്കി, ഇവിടെ ശരിക്കുള്ള ഇഷ്യൂ എന്താണെന്നൊന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി വെരി ഹെൽപ്ഫുൾ ഫോർ ഓൾ ഓഫ് യു. നിങ്ങൾക്ക് ആ ഇഷ്യൂ കണ്ടെത്താൻ പറ്റും. ഞാൻ അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. സോ അതൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. പിന്നെ അഗെയിൻ ഇന്ത്യ റെസ്ട്രെയിൻറ്റ്, വെസ്റ്റ് ഏഷ്യയിലെ പ്രശ്നം ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. മോഡി ഇസ്രായേലിനെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇസ്രായേലിൻ്റെ വലിയ ഫ്രണ്ടാണല്ലോ ഇന്ത്യ. ന്യൂ ഇയർ, അവരുടെ ന്യൂ ഇയറിൻ്റെ പേര് നമ്മൾ ഇതിൽ കാണുന്നുണ്ടാവും. അവരുടെ ന്യൂ ഇയറിൻ്റെ പേരും ഇതിൽ റോഷ് ഹഷാന, ബെസ്റ്റ് വിഷസ് ഓൺ റോഷ് ഹഷാന എന്നാണ് ഇതിൽ കിടക്കുന്നത് അവരുടെ ന്യൂ ഇയർ. അപ്പോൾ അത് ഓർത്ത് വെക്കുക. നമ്മുടെ വളരെ വേണ്ടപ്പെട്ട രാജ്യമാണ് ഇസ്രായേൽ. നമ്മളിതിൽ പ്രധാനപ്പെട്ട് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എംബസിയിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഇറാനിലും ഇസ്രായേലിലും ഒരുപാട് ഇന്ത്യക്കാരുണ്ട്. അവരുടെ ഒക്കെ സെക്യൂരിറ്റി നമ്മൾ ഏറ്റെടുക്കണം. അപ്പോൾ ഗവൺമെൻറ് അതിനുവേണ്ടി സ്ട്രോങ് ആയിട്ട് ശ്രമിക്കുന്നുണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്ത് പറയുന്ന പോയിന്റ്സ്. അതൊക്കെയാണ്. പിന്നെ കോൺഗ്രസും അതേപോലെ വെസ്റ്റ് ഏഷ്യയിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ അജിത് പവാറിൻ്റെയും ശരത് പവാറിൻ്റെ നെവ്യൂ ആണ് അജിത് പവാർ. അദ്ദേഹത്തിൻ്റെ പാർട്ടി സിമ്പിളിന് തുടങ്ങിയിട്ടൊരു ചർച്ചയാണ്. ഇതൊക്കെ ഇലക്ഷൻ ആണെങ്കിൽ പോലും ഇതിനകത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ ഓരോ പാർട്ടിക്ക് ഓരോ ലോഗോ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഉണ്ടല്ലോ, ഇതിലാണല്ലോ അവർ വോട്ട് ചെയ്യുന്നത്. നമ്മൾ പറയില്ലേ താമര കൈപ്പത്തി എന്നൊക്കെ പറയുന്ന പോലെ ഇവരുടെ ഒരു തർക്കം നടക്കുകയാണ്. അതായത് ഈ പാർട്ടി പിളരുമ്പോഴാണല്ലോ പ്രശ്നം. NCP എന്ന നാഷണൽ കോൺഗ്രസ് പാർട്ടി പിളർന്നപ്പോൾ ഇവരുടെ പണ്ട് തൊട്ടേ ഉള്ള സിമ്പിളാണ് ഈ ക്ലോക്ക്. അപ്പോൾ ഈ ക്ലോക്ക് ആർക്ക് കിട്ടും? ഇത് ഇടയ്ക്കിടയ്ക്ക് ഇലക്ഷൻ സമയത്ത് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ സമയം വരുമ്പോൾ ഈ ലോഗോ അല്ലെങ്കിൽ ഈ സിമ്പിൾ അലോക്കേഷൻ, ഈ സിമ്പിളിൻ്റെ അലോക്കേഷനും അതിൻ്റെതായ നിയമങ്ങളുണ്ട്.
അപ്പോൾ ഈ ക്ലോക്ക് ആർക്ക് കിട്ടും, മരുമോന് കിട്ടുമോ, അല്ലെങ്കിൽ ഇത് ആർക്ക് കിട്ടും എന്ന് പറയുന്ന ഒരു ചർച്ചയാണ്. അപ്പോൾ ഇത് സുപ്രീം കോടതി വരെ എല്ലാവരും ഇടപെടുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇതിൽ ലോഗോ സിമ്പിൾ എന്ന സംഭവം നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു ചർച്ച ഡെഫിനറ്റ്ലി ഇവിടെ ഉണ്ട്. അതാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി ഇതൊരു വാർത്തയാണ്. ഇതിലും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതായത് ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരെയും ABPMJ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ആരോഗ്യ യോജന, ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്നതാണ്. 5 ലക്ഷം വരെ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്ന ഒരു സംഭവമാണ്. ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ നമ്മൾ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? NDN. ഹൂ ഇസ് ദാറ്റ്? അതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ ഡിസബിലിറ്റി നെറ്റ്വർക്ക് ആണ്, എല്ലാവരുടെയും ഒരു അസോസിയേഷൻ ആണ് NDN എന്നുള്ളത്. ഇതൊക്കെ പ്രിലിംസിന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ഇതൊരു NDN ഡിസബിലിറ്റി ഇതാണ്. അപ്പോൾ ഇവരെയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യണമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ 5 ലക്ഷം രൂപയുടെ ക്ലെയിം ഉണ്ട്. കാരണം അവർക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് പൈസ ചിലവാകുന്നതുകൊണ്ട് ഇവർക്കും ഇതിൻ്റെ ബെനിഫിഷ്യറി കൊടുക്കണം എന്നാണ്. അപ്പോൾ 5 ലക്ഷം വരെ ഇൻഷുറൻസ് കൊടുക്കുന്നതിൽ ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരെയും കൂടെ ABPMJയിൽ കൊണ്ടുവരണം എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതാണ് ഇതിൽ അടുത്ത ഇമ്പോർട്ടൻറ്റ് സംഭവം. പിന്നെ മോഡി സേസ് ടോയ്ലറ്റ് കവറേജ്. നമുക്ക് സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായിട്ട് പണ്ട് വെറും 40% ടോയ്ലറ്റ്സുകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏതാണ്ട് 12 കോടി ടോയ്ലറ്റ്സ് ഇന്ത്യയിൽ ഉള്ളതുകൊണ്ട് 100% സ്വച്ഛ് ഭാരത് കവറേജ് നമുക്കുണ്ടെന്നാണ് ഗവൺമെന്റ് അവകാശപ്പെടുന്നത്. സോ അതിൽ നമുക്ക് എടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ടോപ്പിക് ഒക്കെ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് യു ക്യാൻ ഈവൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ക്ലീൻ ഇന്ത്യ മിഷൻ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുക. എന്താണ് ഈ ക്ലീൻ ഇന്ത്യ മിഷൻ, എന്താണ് അത് പറയുന്നത്, വാട്ട് ഇസ് ക്ലീൻ ഇന്ത്യ മിഷൻ? ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാവുന്ന ഒരു സംഭവമാണ്. സോ അതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രധാനമായിട്ടുള്ള ഡിസ്കഷൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ്സ്. ഓക്കെ, സോ അതാണ് ഇതിനകത്ത് വരുന്നത്. ആൻഡ് മറ്റേ ദളിത് സ്റ്റുഡൻറ്റിൻ്റെ ഫീസ് അടയ്ക്കുക എന്നുള്ളത് കഴിഞ്ഞ 3 ദിവസമായിട്ട് വരുന്നുണ്ട്, നിങ്ങൾക്കറിയാം. ഇപ്പോൾ UP ഗവൺമെൻറ് അത് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അടുത്തതിലെല്ലാം പിന്നെ പൊളിറ്റിക്കൽ വാർത്തകളായതുകൊണ്ട് ഞാൻ കൂടുതൽ പൊളിറ്റിക്കൽ വാർത്തയിലേക്ക് പോകുന്നില്ല. എല്ലാം പൊളിറ്റിക്കൽ വാർത്തകളാണ്. ഇതിൽ ദേര സച്ച സൗദ എന്താണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. അതൊരു മൂവ്മെന്റ് ആയിരുന്നു, പഴയ മൂവ്മെന്റ് ആണ് ഹരിയാന പഞ്ചാബിലെ. അതിലത്തെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഗുർമീത് റാം റഹീം. അദ്ദേഹത്തിന്റെ പരവുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഇന്നലെയും ചർച്ച ചെയ്തിരുന്നു. പിന്നെ മധുരൈ ഹെലികോപ്റ്റർ റൈറ്റ്സ് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതൊരു എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്, AAI. അവർ കുറച്ചുകൂടെ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെലികോപ്റ്റർ റൈറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻസ് സെൻസ് ഈ ട്രാവലൊക്കെ വരുന്ന സമയത്ത് ടൂറിസത്തിനൊക്കെ ആഡ് ചെയ്യുന്ന സമയമാണ്. മിക്ക ഇൻഹാബിറ്റബിൾ സ്ഥലങ്ങളിലും ഹെലികോപ്റ്റർ റൈറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്. അതൊരു നല്ല ഡെവലപ്പ് ടൂറിസ്റ്റ് ഐഡിയ ആണത്. ആൾക്കാർ ഹെലികോപ്റ്ററിലും കയറാം, പെട്ടെന്ന് എത്തുകയും ചെയ്യാമെന്നുള്ള ലെവലിൽ. പിന്നെ ന്യൂസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു വാർത്തയാണ്, ഫ്രണ്ട് പേജിൽ നമ്മൾ കണ്ടു. അതായത് 2 വിമൻ ഓഫീസേഴ്സ് അക്രോസ് 4 കോണ്ടിനെന്റ്സ്. അതായത് ലഫ്റ്റനന്റ് കമാൻഡർ രൂപ ആൻഡ് ഇന്ത്യൻ നേവിയിലും അവരുടെ പേരുകൾ എടുത്തിട്ടുണ്ട്. സെക്കൻഡ് എഡിഷൻ ഓഫ് നാവിക സാഗർ പരിക്രമയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് INS മാണ്ഡവി ആൻഡ് 2 വിമൻ ഓഫീസേഴ്സ് സെറ്റ് സെയിൽ ഓൺ INS തരണി. ഈ ഇതിലൊക്കെയാണ് അവർ പോകുന്നത്. അവർ ആക്ച്വലി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിതിൽ ഈ മുമ്പ് ഒരു ഓഫീസർ ചെയ്തിട്ടുണ്ട് സർക്കം നാവിഗേറ്റിംഗ് ദ ഗ്ലോബ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താണ് ഈ നാവിക സാഗർ പരിക്രമ വിൽ കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ്. ഇത് വെറുതെ ചുമ്മാ തമാശയ്ക്ക് പോകുന്നതല്ല, ഒരു സയന്റിഫിക് റിസർച്ചിൻ്റെ കൂടെ ഭാഗമാണ്. ഓഷ്യനോഗ്രാഫി എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ വിഷ്വൽസ് കിട്ടും നമുക്കിതിൻ്റെ പല രീതിയിൽ നമുക്കിതിൻ്റെ പഠനങ്ങൾ നടത്താൻ പറ്റും. സോ വളരെ കൃത്യമായിട്ട് 5 ലെഗ്സിലാണ് ഈ പരിപാടി നടക്കുന്നത്. ആദ്യം ഗോവ ടു ഫ്രീമാന്റിൽ ഓസ്ട്രേലിയ, പിന്നെ ഫ്രീമാന്റിൽ ടു ലിലട്ടൺ ന്യൂസിലാൻഡ്, ടു പോർട്ട് സ്റ്റാൻലി ടു ഫോക്ലൻഡ്, പിന്നെ സൗത്ത് ആഫ്രിക്ക വരെ, ആൻഡ് ഫ്രം കേപ്പ് ടൗൺ ടു ഗോവ. അപ്പോൾ ഈ ഏരിയയിലാണ് ഇത് കംപ്ലീറ്റ്ലി പോകുന്നത്. ഗോവയിൽ നിന്ന് ഓസ്ട്രേലിയയുടെ റൂട്ടിലേക്ക് നമുക്ക് മാപ്പ് നോക്കിയാൽ മതി. ഗോവയിൽ നിന്ന് താഴെ ഓസ്ട്രേലിയയുടെ റൂട്ടിലേക്ക് പതുക്കെ, ഇന്ത്യ എവിടെയാണ് നമുക്ക് ഈ ഒരു റൂട്ടിൽ നിന്ന് പതുക്കെ താഴേക്ക് നമ്മൾ വന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് തിരിച്ചു പോയി തിരിച്ച് സൗത്ത് ആഫ്രിക്ക വഴി തിരിച്ചാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ കംപ്ലീറ്റ്ലി കറങ്ങിയാണ് വരുന്നത്. ആൻഡ് ഗോവ ടു റായോ, ഗോവ ടു പോർട്ട് ലൂയിസ്, പ്രധാനപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. ഇങ്ങനത്തെ യാത്രയൊക്കെ പോകുമ്പോൾ ആലോചിച്ച് നോക്കും, നമ്മൾ ഇത്രയും സംഭവത്ത് 4 കോണ്ടിനെന്റ്സ് ഒക്കെ പോകുമ്പോൾ അതിൻ്റെതായ സേഫ്റ്റി ടെക്നിക്കും എല്ലാം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് 2 സ്ത്രീകളാണ് പോകുന്നത്. സോ ഹാറ്റ്സ് ഓഫ്, വലിയൊരു നേട്ടമാവട്ടെ. സോ അതിനെക്കുറിച്ചിട്ട് ഡെഫിനറ്റ് നമുക്ക് വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് കൂടുതൽ വാർത്തകൾ നമുക്ക് കിട്ടും. പിന്നെ ഉള്ളത് പ്രധാനമായിട്ട് നോക്കേണ്ടത് 200 മേജർ റെയിൽവേ ആക്സിഡൻസ് ആണ്. റെയിൽവേ സെക്യൂരിറ്റിയെ കുറിച്ചിട്ട് സംഭവമാണ്. അതായത് ഇന്ത്യയിൽ 200 മേജർ റെയിൽവേ ആക്സിഡൻസ് ആണ് കഴിഞ്ഞ 5 വർഷമായിട്ട് നടന്നിട്ടുള്ളത്. 300ഓളം ആൾക്കാർ ദേ വർ കിൽഡ്. സോ ദിസ് ബ്രിങ്സ് ദി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ദ റെയിൽവേ സെക്യൂരിറ്റി ഇൻ ഇന്ത്യ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ആർട്ടിക്കിളാണ് ഇതിനകത്തുള്ളത്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് ആ കാര്യം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ ലാസ്റ്റ് ബിസിനസ് പേജിൽ നമ്മൾ എക്കണോമിക്സിൻ്റെ റിലേറ്റഡ് ആയിട്ട് സംഭവങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്ത്
ഇങ്ങനെ മാൻകൈൻഡ് ഫാർമ ഒരു അക്വിസിഷൻ നടത്തി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സിവിൽ സർവീസിന് ആവശ്യമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു കമ്പനി മറ്റൊരു കമ്പനീനെ അക്വയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അക്വിസിഷൻ നടത്തുമ്പോൾ ഇത് എവിടെ നിന്ന് വന്നു, വാട്ട് ഇസ് CCI, എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒന്ന് എഴുതി വെച്ച് കണ്ടുപിടിക്കാൻ നോക്കുക. വാട്ട് ഇസ് CCI, ഇതൊരു എന്ത് ടൈപ്പ് ഓഫ് ബോഡിയാണ്, ഇതിന് വേർഡിക്ട്സ് പാസ് ചെയ്യാൻ പറ്റുന്ന പവർ ഉണ്ടെങ്കിൽ അത് എന്ത് തരം ബോഡിയാണ്, എന്ന് കൊണ്ടുവന്നു, ആരുടെ കീഴിൽ വർക്ക് ചെയ്യുന്നു, എന്താണ് ഇവരുടെ ഫംഗ്ഷൻ എന്നൊക്കെ അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ടാണ് ഇതിന് കോമ്പറ്റീഷൻ കമ്മീഷൻ എന്നുള്ള സംഭവം ഇതിനകത്തുള്ളതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ഇത് എടുത്തു പറഞ്ഞത്. പിന്നെ ഡെഫിനറ്റ്ലി സർപ്ലസ് റെയിൻസ് ടു ഹെൽപ്പ് റെഡ്യൂസ് ഫുഡ് ഇൻഫ്ലേഷൻ. ഈ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഒന്ന് എക്കണോമിക്സിൽ നിങ്ങൾ എന്തായാലും ഇൻഫ്ലേഷൻ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കും, ഫുഡ് ഇൻഫ്ലേഷൻ എന്താണെന്നും കൂടെ അറിഞ്ഞിരിക്കണം. പിന്നെ സിവിൽ സർവീസിൻ്റെ പെർസ്പെക്റ്റീവിൽ ജോഗ്രഫിയിലൊക്കെ വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് റാബി ക്രോപ്സ്, എത്രയോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. എന്താണ് ഖാരിഫ് ക്രോപ്സ്, ഇതിൻ്റെ മാസം, ഇത് ഏത് മാസങ്ങൾ നടക്കുന്നു, ഇതിൻ്റെ ഫീച്ചർ എന്താണ്, റാബിയുടെ ക്രോപ്പ് ഏത്, ഖാരിഫിൻ്റെ ക്രോപ്പ് ഏത്, സായദ് ക്രോപ്സ് ഏതാണെന്നും കൂടെ കണ്ടുപിടിക്കണം. ഇതൊക്കെ ശരിക്കും കണ്ടുപിടിച്ചു വെച്ചാൽ മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ നമുക്ക് മാർക്ക് കിട്ടും. സോ ഖാരിഫ് ക്രോയിങ് ക്രോപ്പ്, ഇപ്പോൾ ഇത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ക്രോപ്സ് എന്താണ്, ഉറാദ് ദാൾ, ബാജ്ര, കോട്ടൺ, ഇതൊക്കെ എന്താണ്, ഏത് ടൈപ്പ് ഓഫ് ക്രോപ്പ് ആണെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇതാണ് ഈ ഒരു ആംഗിളിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഇതിനകത്ത് അറിഞ്ഞിരിക്കണം. പിന്നെ ഗോൾഡ് കൂൾസ്, ഓയിൽ സർജസ്, ഇനിയിപ്പോൾ വെസ്റ്റ് ഏഷ്യയിൽ ഇറാൻ ഇസ്രായേലൊക്കെ വാറിന് പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഗോൾഡിൻ്റെ പ്രൈസാണ് ഇറ്റ് ക്യാൻ ഈസ് എന്നാണ് പറയുന്നത്, പക്ഷേ ഓയിൽ പ്രൈസ് വല്ലാണ്ട് കൂടാൻ സാധ്യതയുണ്ട്. ഇറാനൊക്കെ വരുമ്പോൾ ഓയിലിൻ്റെ പ്രൈസ് കൂടാം, അപ്പോൾ അത് നമ്മളെയും ബാധിക്കും, പെട്രോളിൻ്റെ പ്രൈസൊക്കെ കൂടും. പിന്നെ ഇതിനകത്ത് ഈ അജാക്സ് എഞ്ചിനീയറിംഗ് ഫയൽസ്, ഇതിനകത്ത് നമ്മൾ എടുത്തു കാണേണ്ട വേറൊരു സംഭവം ഇതിനകത്തുള്ളത്, ഹാസ് ഫയൽഡ് ദ ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് വിത്ത് സെബി. ഇതൊന്ന് കണ്ടുപിടിക്കണം, എന്താണ് ഈ DRHP, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഇങ്ങനൊരു സംഭവം ഉണ്ട്. എന്താണ് ഈ ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്, ഇത് സെബി ആയിട്ട് ബന്ധപ്പെട്ട, അപ്പോൾ ഇങ്ങനത്തെ സംഭവം എന്താണെന്നുള്ളത് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ രസമായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചോദിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പത്രം വായിക്കുന്നത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, അതിൻ്റെ ഒരു അറിവിനും കൂടെയാണ് നമ്മളിത് കാണേണ്ടത്. പിന്നെ ആക്സെഞ്ചറിൻ്റെയും ഇതിൻ്റെയും ചെറിയൊരു സംഭവത്തിലും ഞാൻ ഈ കാര്യം എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കും കൂടെ ഒരു സംഭവമാണ്. ചെറിയ വാർത്തകൾ, നമ്മൾ നിസ്സാരം എന്ന് പറയുന്ന ചെറിയ കാര്യങ്ങൾ ഒരുപാട് വാർത്തയുണ്ട്. കാരണം ഈ വാർത്തയിൽ നമ്മൾ വേറെ ഒന്നും കണ്ടില്ല. ആക്സെഞ്ചർ കണ്ടു, ആ കമ്പനി NVIDIA എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിനകത്തൊരു കാര്യമുണ്ട്, ജനറേറ്റീവ് AI. എന്താണ് ജനറേറ്റീവ് AI എന്ന് പറയുന്ന സംഭവം ഇതിനകത്ത് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. സോ വാട്ട് ഇസ് എ ജനറേറ്റീവ് AI? സാധാ AI ഇതും നമ്മൾ വ്യത്യാസം എന്താണ് ഇതിൻ്റെ സംഭവങ്ങൾ? അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം, എന്താണ് ജനറേറ്റീവ് AI എന്നുള്ളതും. ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ന്യൂസ് പേപ്പറിനുണ്ട്, അത് കണ്ടുപിടിക്കുക. പിന്നെ പ്രധാനപ്പെട്ട നമ്മുടെ ട്രേഡിന് വേണ്ടിയുള്ളൊരു സംഭവം പറയുന്നത്, അതായത് ഗൾഫ്, നമ്മുടെ ഇവിടുത്തെ ഗൾഫല്ല, അതായത് ഗൾഫ് ഓഫ് മെക്സിക്കോയിലും US ഈസ്റ്റ് കോസ്റ്റിലും അവിടെ നടക്കുന്ന ട്രേഡ് ഫ്ലോസും, അതായത് പ്രധാനപ്പെട്ട അവിടുത്തെ വർക്കേഴ്സ് സ്ട്രൈക്ക് നടത്തുകയാണ്. 36 പോർട്ടിലാണ് അവിടെ സ്ട്രൈക്ക് നടക്കുന്നത്. നമ്മുടെ ട്രേഡ് യൂണിയനൊക്കെ പോലെ 36 പോർട്ടിൽ സ്ട്രൈക്ക് നടക്കുകയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഏഷ്യയിലേക്ക് വരുന്ന ഗുഡ്സിൻ്റെ ട്രേഡ് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ more than 20% ഓഫ് ഏഷ്യൻ സീബോൺ എക്സ്പോർട്സ് ടു US പാസ് ത്രൂ ദിസ് 14 ലാർജസ്റ്റ്. കണ്ടോ, ഏഷ്യയിൽ വരുന്ന 20% പോർട്ടിൻ്റെ കച്ചവടവും ട്രേഡും എല്ലാം ഈ 36 എണ്ണത്തിൽ കൂടെ കടന്നു പോകുന്ന ട്രേഡിൽ നിന്നാണ് വരുന്നത്. ഇന്ത്യനെ ഡെഫിനറ്റ്ലി ബാധിക്കും. അതേപോലെ കംബോഡിയയാണ് ഏറ്റവും കൂടുതൽ വൺ ഓഫ് ദി എഫക്റ്റഡ് ആയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. സോ ഇതും ഒരു ട്രേഡിൻ്റെ ആസ്പെക്റ്റിൽ ഞാനിത് ഷെയർ ചെയ്തതേ ഉള്ളൂ, ഇത്തരം വാർത്തകൾ. സോ പിന്നെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടതാണ്, ഇന്നത്തെ ദിവസം ബിസിനസ്സിലും എക്കണോമിക്സിലും നമ്മൾ കാണേണ്ടത്, നമ്മൾ അഗ്രികൾച്ചറിൻ്റെ കോണ്ടെക്സ്റ്റിലൊക്കെ വി ഹവ് ഓപ്പൺ ഹേർഡ് അബൌട്ട് ദിസ് കോൺസെപ്റ്റ് കോൾ MSP ഓർ മിനിമം സപ്പോർട്ട് പ്രൈസ്. ഇവിടെ ഫാബ്രിക്സിൻ്റെ കാര്യത്തിൽ ദർ ഇസ് സംതിങ് കോൾഡ് ആസ് MIP. വാട്ട് ഈസ് മിനിമം ഇമ്പോർട്ട് പ്രൈസ്? ദ ടെക്സ്റ്റൈൽ സെക്ടർ ഇസ് ഹോപ്പ്ഫുൾ ഓഫ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി, ചൈന ഇസ് ഫേസിങ് എ ഡൗൺ ടൗൺ. അപ്പോൾ ഈ ആർട്ടിക്കിളിൽ നിന്ന് നമുക്ക് മേജറായിട്ടുള്ള കാര്യങ്ങളൊക്കെ, നമ്മൾ ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ കിട്ടിയാലും നമ്മൾ മറന്നുപോകും. അത് കൂടും കുറയും, ചൈന കൊണ്ടുപോകും, ഇതൊക്കെ നമ്മൾ മറന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, എന്താണ് ഈ MIP? MSP പോലെ മിനിമം ഇമ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഗുഡ്. സോ അതാണ് ഇന്നത്തെ എനിക്ക് തോന്നി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടൊരു സംഭവം. പിന്നെ ഇന്റർനാഷണൽ പേജിലേക്ക് വരികയാണെങ്കിൽ അഗെയിൻ ആസ് യൂഷ്വൽ രാജ്യങ്ങൾ ഓർത്ത് വെച്ചോളൂ, മാപ്പ് എടുക്കുക. നേപ്പാളിൻ്റെ ബോർഡർ ഒന്ന് അന്വേഷിക്കണമല്ലോ. നേപ്പാൾ എത്ര ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആയിട്ട് ബോർഡർ പങ്കിടുന്നുണ്ട് അതും ചോദിച്ചാൽ അറിയണമല്ലോ. ആൻഡ് ഹമാസിൻ്റെ അറ്റാക്ക്, അതേപോലെ ഡിജിബൂട്ടി ആഫ്രിക്കൻ കൺട്രിയാണ്,
അപ്പോൾ ഡിജിബൂട്ടി എവിടെയാണ്, അത് ഏത് ഭാഗത്താണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, ആഫ്രിക്കയുടെ ഏത് ഭാഗത്താണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്നൊക്കെ പ്രിലിംസിൽ ചോദിക്കാം. ഡിജിബൂട്ടി ഈസ് ആക്ച്വലി ലൊക്കേറ്റഡ് ഇൻ ദ സെൻട്രൽ ആഫ്രിക്ക. സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ഓർ ഫോൾസ് നമുക്കറിയില്ല. അപ്പോൾ അതും ഡിജിബൂട്ടി കോസ്റ്റിൽ ഇത് സംസാരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചിട്ട്. ആൻഡ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം, നമ്മളിത് ചെറുതായിട്ട് കണ്ടാലും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 ചോദ്യങ്ങൾ പ്രിലിംസിൽ ചോദിക്കാനുള്ള സാധനം ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടു. ഡെഫിനറ്റ്ലി ഡിജിബൂട്ടിയുടെ മാപ്പ് ചോദിക്കാം. അതേപോലെ വാട്ട് ഈസ് IOM, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് മൈഗ്രേഷൻ. എന്താണ് IOM, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് മൈഗ്രേഷൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ എന്താണ്, ഇതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, ഇത് എവിടെ പ്രവർത്തിക്കുന്നു, എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് സംഭവം എന്നുള്ളതും കൂടെ കണ്ടുപിടിച്ചാൽ ഇറ്റ് ഈസ് മോർ ദാൻ സഫിഷ്യൻറ്റ്. സോ അതിൽ പിന്നെ അടുത്തത് ഇറാൻ്റെ US വുഡ് നോട്ട് സപ്പോർട്ട് ഇസ്രേലി സ്ട്രൈക്ക് ഓൺ ഇറാൻ ന്യൂക്ലിയർ സൈറ്റ്സ്. അത് US പറഞ്ഞാണ്. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമേരിക്ക, പക്ഷേ ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റ് ഒക്കെ കണ്ടുപിടിച്ച് അറ്റാക്ക് ചെയ്താൽ ഒരു മാസ് ന്യൂക്ലിയർ വാർ ഹെഡ് അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു യുദ്ധം തടയാൻ US വളരെ ഫോർ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് ജോ ബൈഡൻ പറയുന്നത്. വി വിൽ സപ്പോർട്ട് ഇസ്രായേൽ ബട്ട് നോട്ട് അഗെയിൻസ്റ്റ് ബ്ലാസ്റ്റിംഗ് ഓഫ് എ ന്യൂക്ലിയർ വാർ സൈറ്റ് ഇൻ ഇറാൻ. ഇറ്റ്സ് ടോട്ടലി അൺവാറന്റഡ്. ഇതിൽ പിന്നെ ഇതെന്താണെന്നും കൂടെ ഒന്ന് മനസ്സിലാക്കണം. എന്താണ് ഈ പേഴ്സോണ നോൺ ഗ്രാറ്റ? UN ചീഫ് അന്റോണിയോ ഗുട്ടറസിനെ കുറിച്ചിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. പേഴ്സോണ ഇറ്റ് ഡിക്ലെയർസ് UN's ഗുട്ടേറോ പേഴ്സണോ നോൺ ഗ്രാറ്റ എന്നാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ UN ഇതിൽ കിടക്കുന്ന സാധനം, ദി ഇസ്രായേൽ UN ചീഫ് accused him of failing to specifically condemn Iran's nuclear site and attack. Anyone who cannot unequivocally condemn Iran's heinous attack on Israel does not deserve to step on Israeli soil. അവിടുത്തെ ആൾക്കാർ പറഞ്ഞതാണ്. അപ്പോൾ സെക്രട്ടറി ജനറൽ ആയിട്ടും ഇറാൻ്റെ ന്യൂക്ലിയർ അറ്റാക്ക് ഉണ്ടായിട്ടും ഇസ്രായേൽ ചെയ്തിട്ടും UN ഒന്നും പറഞ്ഞില്ല എന്നാണ്. അപ്പോൾ എന്താണ് ഈ പെർസോണ നോൺ ഗ്രാറ്റ എന്ന് പറയുന്നതും കൂടെ ഒന്ന് കണ്ടെത്തിയാൽ നല്ലതാണ്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ഇതിൽ മെയിനായിട്ട് തോന്നിയത്. അഗെയിൻ ചൈനയുടെ ഭാഗത്തുനിന്നും ചൈന പറയുന്നുണ്ട് വെസ്റ്റ് ഏഷ്യയിൽ നമ്മൾ സമാധാനം കൊണ്ടുവരണം എന്നാണ് ഇവർ പറയുന്നത്. സോ ഡെഫിനറ്റ്ലി യു ക്യാൻ റീഡ് ദിസ് ആർട്ടിക്കിൾ. അപ്പോൾ ഇത്രയും വാർത്തകളാണ് ഇന്നത്തെ ദിവസം മെയിനായിട്ട് വന്നത്. സോ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എൻഡ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് പറയേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളിന്ന് പറഞ്ഞ കുറേ ടോപ്പിക്സ് ഉണ്ട്, നിങ്ങൾക്ക് വിട്ടു തന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ടോപ്പിക്സ് നിങ്ങൾക്ക് സമയം കണ്ടെത്തുമ്പോൾ ഒരുപാട് വൈകാതെ ഇതൊന്ന് കണ്ടുപിടിക്കുക, ഒന്ന് ഗൂഗിൾ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് നോട്ട് ഉണ്ടാക്കി പഠിച്ചാൽ നാളെ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ നിങ്ങൾ നല്ലൊരു അഡ്വാൻറ്റേജസ് പൊസിഷനിലായിരിക്കും UPSCയിൽ. അത് എപ്പോഴും ഓർത്ത് വെക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി ആൻഡ് കീപ് ലിസ്ണിംഗ് ടു IAS ഫാക്ടർ. ആൻഡ് ദ മീൻ വൈൽ നമ്മുടെ 8-ാം തീയതി നമ്മുടെ ഒക്ടോബർ 8-ന് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബാച്ച് തുടങ്ങുകയാണ്, നാഷണൽ ബാച്ച്. സോ പ്ലീസ് യു ക്യാൻ ജോയിൻ ദാറ്റ്. ആൻഡ് അതേപോലെ ഈ എല്ലാ സാറ്റർഡേ ഇനി തൊട്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സ് വീക്ക്ലി ലൈവ് ക്ലാസ് ആണ് മലയാളത്തിൽ. അതേപോലെ തന്നെ 2025 റിവിഷൻ സെൽഫ് സ്റ്റഡി ബാച്ചാണ് നമ്മുടെ റീസ്റ്റാർട്ട്. അതിൻ്റെ ഷെഡ്യൂളും നിങ്ങൾ എടുക്കുക ആൻഡ് ട്രൈ ടു ജോയിൻ ദാറ്റ്. And meanwhile app download ചെയ്യുക. So thank you so much. Keep listening to IAS Factor and I am Arjun R. Shankar.